ഓക്കെ, റിലേഷൻഷിപ്പ് സെല്ലിംഗ് എന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ലോങ് ലാസ്റ്റ് അല്ലെ? സെല്ലിംഗ് പല തരത്തിലുണ്ടെന്ന് അല്ലേ? അതിൽ പ്രധാനപ്പെട്ട 3 ഘടകമാണ് ഇത്. ട്രാൻസാക്ഷണൽ സെല്ലിംഗ്, ക്വിക്കായിട്ട് പൈസയുടെ കാര്യം മാത്രമേ ഉള്ളൂ. എത്രയായി LG ഫോണിന്റെ പൈസ? 25,000 റുപ്പീസ്. എന്നാ 25,000. അപ്പൊ വാങ്ങിച്ച് ബില്ലടിച്ച് കൊടുക്കും. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ട്രാൻസാക്ഷൻ എന്നുള്ള പദം ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഏതിലാണ് ഉപയോഗിക്കുന്നത്? ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ ലോകത്തിൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ട്രാൻസാക്ഷൻ എന്നുള്ള പദം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയാ? ഏതിന്റെ? അതും ഏത് ബാങ്ക്? അതിനെ അറിയുമായി ബന്ധപ്പെട്ടു മണി. സോ മണി സെന്റേഡ് സെയിൽസ് ഈസ് നോൺ ആസ് വാട്ട്? ട്രാൻസാക്ഷണൽ സെല്ലിംഗ്. ഒരു കസ്റ്റമർ വരുന്നു, കസ്റ്റമർക്ക് വേണം എന്താണ് വേണ്ടത് എന്നുള്ളത് ഫോൺ വേണം. അപ്പൊ അവിടെ സെയിൽസ് നടക്കുന്നുണ്ട്. കസ്റ്റമർ എത്ര പൈസയുടെ സെയിൽസ് ഫോണാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ബജറ്റ് 15,000. 15,000 റിയൽമി ഫോൺ ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണ്. ആ സെയിൽസിന്റെ പേരിലാണ് ട്രാൻസാക്ഷൻ. പിന്നെ വേർഡ് വർത്താനും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഒരു റിലേഷൻഷിപ്പും ട്രസ്റ്റ് ഒന്നും ബിൽഡ് ചെയ്യുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ട്രാൻസാക്ഷണൽ സെയിൽസ്. ഈ പോയിന്റ് വെരി ക്ലിയർ. ചില ആൾക്കാർ വരും, ചില ആൾക്കാർ കാര്യങ്ങളൊക്കെ നോക്കും. അതിൽ കുറച്ച് ഫീലിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്റെ വീട്ടിലെ തൊട്ടടുത്ത് എന്റെ മോനെ വേണ്ടിയിട്ടാണ് ഈ ഫോൺ മേടിക്കുന്നത്. മോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്നത് +2 മോന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഇങ്ങനത്തെ ഒരു ഫോൺ വരും എന്ന് പറയുമ്പോൾ പറയുന്നതിൽ തന്നെ ഒരുക്കുന്നുണ്ടാവും, ഒരു ഫീലിംഗ് ഉണ്ടാവും. ആ വരുന്നത് അല്ലെ സാണോ പറഞ്ഞ ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ള കഴിവാണ് MOD പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ അവർക്ക് ഫോൺ കൊടുക്കുന്നു. അപ്പൊ അയാൾ 15,000 രൂപയുടെ ഫോൺ പറഞ്ഞു അത് ഓക്കെ ആയിരിക്കുമല്ലേ? അപ്പൊ അത് നമ്മൾ ഇത് ഓക്കെ ആയിരിക്കുമല്ലേ? ഈ ഓക്കെ ആയിരിക്കുമല്ലേ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് അറിയില്ല. അവർക്ക് അറിയില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ്. നോട്ട് അതൊരു ഇമോഷണൽ ആണ്. എന്താണത്? ഇമോഷനാണ്. അപ്പൊ ആ ഇമോഷൻ നമ്മൾ മനസ്സിലാക്കണം. ഇമോഷൻ മനസ്സിലാക്കിയിട്ട് ആൾ ചതിക്കുള്ളിൽ പെടുത്താനല്ല. പിന്നെ ഏട്ടാ നിങ്ങൾക്ക് വേണ്ട ഈ 14,000 ഫോണിനേക്കാൾ നല്ലത് നിങ്ങളുടെ മോന്റെ ക്ലാസ് റൂമിന്റെ കുട്ടികളിരിക്കുന്ന ഫോൺ നമുക്ക് മനസ്സിലായി. അത് ആ ഫോണാണ്. ഏതായാലും ഈ 17,000 18,000 വരും. അത് നിങ്ങൾ നോക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ ബേസിക് മോഡൽ 17,000 നല്ല എനിക്ക് തോന്നുന്നത് 15,600 ആ ഫോണാണ് ക്ലിയറാണ് എന്ന് പറയുന്നതാണ് ഇത് ഇമോഷണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. 14,000 ബജറ്റുമായിട്ട് വന്നാൽ 15,500 ഫോൺ വാങ്ങിപ്പിക്കുന്നു എന്നുള്ളതല്ല. അവിടെ അഡീഷണൽ ആയിട്ട് കുറെ വാല്യൂസ് നമ്മൾ അതിൽ കൊടുക്കുന്നു. അയാളുടെ ഫീലിംഗ് മനസ്സിലാക്കുന്നു. അയാൾക്ക് സപ്പോർട്ടീവായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. അയാളുടെ മോനെ ഹാപ്പി ആവുന്നു. സകലമായ ഫീലിംഗ്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സെയിൽസിന്റെ ഈ സെയിൽസ്മാൻ വേറൊരു ക്വാളിറ്റികളാണ്. എംപതി ഈസ് റിലേറ്റഡ് ടു ഇമോഷണൽ സെല്ലിംഗ്. You got my point very clear. Everything else is based on trust, and then there is another selling which is known as what? Relationship selling. എന്താണ് പറയുന്നത്? റിലേഷൻഷിപ്പ്. അത് വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് സെയിൽസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ. സാധാരണ എത്തിയോ, കൃത്യസമയത്ത് എത്തിയോ, കുഴപ്പമൊന്നുമില്ലല്ലോ, വർക്കിംഗ് അല്ലേ എന്നുള്ള വീടുകളൊക്കെ പോസ്റ്റ് സെയിൽസിലൂടെ വരുന്നതും കൃത്യമായിട്ട് വാറണ്ടി പീരീഡ് റേറ്റ് റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നതും എക്സ്റ്റൻഡഡ് വാറണ്ടിയെ കുറിച്ചുള്ള സജഷൻസ് കൊടുക്കുന്നതും ഒക്കെ പോസ്റ്റ് സെയിൽ സർവീസിന് നമ്മൾ പറഞ്ഞാൽ റിലേഷൻഷിപ്പ്, ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്. ഒരാൾ വിളിക്കുന്ന സമയത്ത് ഡെയിലി സെയിൽസിലോ വാക്കിന്റെ ആൾക്കാരൊക്കെ പറയും നമ്മൾ നിക്ഷാന്റെ പണ്ടേ വരുന്നതാണ്, ഇപ്പൊ അവിടുന്നാണ് സാധനം എടുക്കുന്നത്. ചിലപ്പോഴൊക്കെ വിളിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ വന്ന് സാധനം എടുത്ത് പോയി എന്നൊക്കെ പറഞ്ഞത് നമ്മൾ പറഞ്ഞിട്ടേ ഉണ്ടാവില്ല. എസോണോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഓൾ ദീസ് തിങ്സ് ആർ പാർട്ട് ഓഫ് ദ റിലേഷൻഷിപ്പ് that the customers have with that of the Nikshan. So all these things should be understood. Empathy means what? Empathy എന്ന് പറയുന്നത് അനുകമ്പയോട് കൂടിയിട്ട് അനുതാപത്തോട് കൂടി സമീപിക്കുക എന്നതാണ്. സർ പ്ലീസ്.